പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത്. ചില പമ്പുകളിൽ ഇപ്പം കുറവുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ പമ്പിന്റെയും എല്ലാ KSRTC ബസ് സ്റ്റേഷന്റെയും പമ്പുകളെ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചു. KSRTCയിലെ എല്ലാ പമ്പും, അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല, ഞങ്ങളുടെ ഓൺ പമ്പ് അതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ, പമ്പ് ചെയ്യുന്ന കറക്റ്റ് ആണോ, ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കാനായിട്ട് MD ഇന്നലെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. എല്ലായിടും വെച്ചു ഈ ഡീസലിന്റെ ചോർച്ചയെ കണ്ടുപിടിക്കാൻ. സംശയമുള്ളതുകൊണ്ടല്ലോ, നോക്കുന്നുണ്ട് തെറ്റില്ലല്ലോ, നോക്കുമ്പോ അല്ലേ അറിയാക്കൂ. സംശയം ഇല്ലാതില്ല. കൊണ്ടടിക്കുന്നതിലാണ് കുഴപ്പം, പുറത്തേക്ക് പോകുന്നതിനാണ് കുഴപ്പമെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമില്ലെങ്കിൽ നമ്മളിത് ചെയ്യില്ലല്ലോ. ഒരു ക്ലാരിറ്റി ഇരിക്കട്ടെ. സ്വിഫ്റ്റ് കമ്പനി ഇപ്പൊ ലാഭത്തിലാണ്. നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട. അത് ഒരു തകർന്നുപോയ സ്ഥാപനമായിട്ടോ അവിടെ ഇട്ട പൈസ കിട്ടാതെ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കും. അതിനൊരു സമയം തരണം. അല്ലെങ്കിൽ ഇടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അത് എന്നത്തേക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആർക്കും ഒരു പൈസയും പോകില്ല. അങ്ങനെയുള്ള ആശങ്കയൊന്നും ഒരു പൈസയും പോകില്ല. എടുക്കാൻ വേണ്ടി വെപ്രാളപ്പെടേണ്ട, അതിനുവേണ്ടി കോടതി പോകണ്ട. എല്ലാം കൊടുക്കും ഗവൺമെന്റ്. അതിനകത്തൊന്നും ഒരു സർക്കാരിന്റെ ഒരു സ്ഥാപനമില്ല അങ്ങനെ ഒളിച്ചു കൊടുക്കും. അങ്ങനെ ഒളിച്ചു കൊടുക്കില്ല. അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. അതെങ്ങനെ പരിഹരിക്കും. അത് ഇച്ചിരി പ്രയാസമുണ്ട്, എങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യും. അല്ല, അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചല്ലോ. ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കരാൾ കൊടുക്കുന്ന തെറ്റൊന്നുമല്ലല്ലോ. കഴിവുള്ള ആളുണ്ടാക്കണം. അല്ലെ പുറം കരാൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല മിടുക്കന്മാർ സാധനം ഉണ്ടാക്കണം. ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കിയിരിക്കും. നമ്മൾ പ്രയോറിറ്റി മാറിപ്പോയതുകൊണ്ടാണ്. ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. ആന്ധ്രയിൽ അവർ നേരത്തെ, കർണാടകത്തിൽ അവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു. സോഫ്റ്റ്വെയർ ഉണ്ടോന്ന്, ആ സോഫ്റ്റ്വെയറാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല. ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. കൊടുക്കുമ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഞാൻ മാറിപ്പോയി, വേറൊരാൾ മന്ത്രിയായാലും, മാനേജിംഗ് ഡയറക്ടർ മാറിപ്പോയാലും, ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇത് ഓടണ്ടേ? അത് ഓടണമെങ്കിൽ അതിനെ ഒരു പർട്ടിക്കുലർ ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. അത് 3 മാസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ 2.5 വർഷം മന്ത്രിസഭയുണ്ടാകുന്നത് ഞാൻ ഇനിയൊരു 2 കൊല്ലം വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ 3 മാസം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ എത്തിക്കും, എങ്ങനെങ്കിലും ഓടിച്ചെത്തിക്കും. പിന്നെ ഗവൺമെന്റ് കാര്യമല്ലേ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഏതായാലും ഇതിന്റെ ഒരു ചെലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച്, വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെ കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ചെലവ് കുറയ്ക്കുക, എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്യും എന്ന് പറയും. അപ്പൊ അത് ന്യായമാണല്ലോ. നമ്മളിതിനൊരു സിസ്റ്റത്തിൽ, ഒരു അച്ചടക്കത്തിലാക്കാതെ നമ്മൾ ചെന്ന് പൈസ താ എന്ന് ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഗവൺമെന്റിന് പല ആവശ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിലെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണ്ടേ? അപ്പൊ നമ്മൾ ചുമ്മാ ചെന്നതിന് പൈസ എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകും. നമ്മൾ ആദ്യം ഒരു ഡിസിപ്ലിൻഡ് ആണ്. ആവും. അതിന് യൂണിയൻകാരെ പൂർണ്ണ പിന്തുണയാണ് അവർ പറഞ്ഞിരിക്കുന്നത്.